ഒരു ഞായറാഴ്ച ദിവസം അവധിയായതുകൊണ്ട് തന്നെ എന്ത് എക്സ്പെരിമെൻ്റ് ഇന്ന് ചെയ്യും എന്ന് വിചാരിച്ച് വഴിയിൽ കൂടെ നടക്കുമ്പോഴാണ് ഒരു ഓഡിയോ കാസറ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. എൻ്റെ കയ്യിൽ ഒരു കാസറ്റ് പ്ലെയർ ഉണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ഇതിൽ എന്ത് പാട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ കയ്യിലുള്ള ടേപ്പ് റെക്കോർഡർ. ഒരു ആക്രിക്കടയിൽ നിന്നും എനിക്ക് കിട്ടിയതാണിത്. എൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ഞാൻ ഇതിനെ ഒന്ന് റിപ്പയർ ചെയ്തെടുത്തതാണ്. ഇനി ഈ ഓഡിയോ കാസറ്റ് ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആകെ ഒരു കരകര നോയ്സ് മാത്രമാണ് ഇതിൽ നിന്ന് കേൾക്കുന്നത്. പാട്ടൊന്നും ഇതിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുതിയൊരു പാട്ട് ഇതിലേക്ക് റെക്കോർഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. റെക്കോർഡ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ടേപ്പ് റെക്കോർഡർ തന്നെ ഉപയോഗിക്കാം. പല ടേപ്പ് റെക്കോർഡറുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. റേഡിയോയിൽ കേൾക്കുന്ന പാട്ടുകൾ അതേ ക്വാളിറ്റിയിൽ ഈ കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ടേപ്പ് റെക്കോർഡറിലെ റേഡിയോ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ വീണ്ടും ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എപ്പോഴും FM റേഡിയോയിൽ കേൾക്കണം എന്നില്ല. കേട്ടാലും ആദ്യം മുതലേ അത് റെക്കോർഡ് ചെയ്യാനും സാധ്യമല്ല. അതിനൊരു പരിഹാരമായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു FM ട്രാൻസ്മിറ്ററാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു റേഡിയോ സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുമായിട്ട് ഇത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ റേഡിയോ വഴി കേൾക്കാൻ പറ്റും. ഈ FM ട്രാൻസ്മിറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചും ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രമും ഡീറ്റെയിൽസും ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ FM ട്രാൻസ്മിറ്റർ നമുക്ക് ഒരു ഫോണിലേക്ക് കണക്ട് ചെയ്യാം. കോപ്പിറൈറ്റ് പ്രശ്നമില്ലാത്ത പാട്ടാണ് ഞാനിപ്പോൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഈ FM റേഡിയോ ട്രാൻസ്മിറ്റർ വർക്കാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. LED ട്യൂബ് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ചെറുതായിട്ട് നോയ്സ് കേൾക്കുന്നത്. പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ സ്റ്റേഷനായിട്ട് ട്യൂൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് പാട്ടുകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ പുറത്ത് നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. ചെറിയ ഇടിമിന്നലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഉണ്ട്. ഈ ടേപ്പ് റെക്കോർഡറിനെ FM മോഡിലേക്ക് ആക്കിയ ശേഷം ഇതിൻ്റെ പ്ലേ ബട്ടണും റെക്കോർഡ് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുക. അതിനുശേഷം ഫോണിലെ പാട്ടും പ്ലേ ചെയ്യുക. റെക്കോർഡ് ചെയ്ത പാട്ട് ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ കാസറ്റ് റീവൈൻഡ് ചെയ്യണം. ഫ്രണ്ട്സ്, വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത പാട്ടുകൾ നമുക്ക് പ്ലേ ബാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
ഓഡിയോ ഉപയോഗിച്ച് ഓഡിയോ കാസറ്റ് റെക്കോർഡ് ചെയ്യുന്ന ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പിന്നെ ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ കൂടെ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.